അംബിക ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കലാപം ആരംഭിച്ചിട്ട് ഇന്നേക്ക് 1 വർഷവും 5 ദിവസവും. മുറിവുണങ്ങാതെ മണിപ്പൂർ. രാജ്യത്തിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനമായ മണിപ്പൂരിലെ വംശീയ സംഘർഷങ്ങൾ തുടങ്ങിയിട്ട് ഒരാണ്ട് പിന്നിടുകയാണ്. കഴിഞ്ഞ വർഷം മെയ് 3 പൊട്ടിപ്പുറപ്പെട്ട ആക്രമണങ്ങൾ 1 വർഷത്തിന് ശേഷവും തുടരുകയാണ്. രാജ്യത്തിന്റെ ചരിത്രത്തിലോ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിന് ശേഷമോ ഇത്രയധികം കാലം നീണ്ടുനിന്ന ഒരു കലാപം ഉണ്ടായിട്ടില്ല. സമാധാനവും സന്തോഷവും എന്തെന്ന് മണിപ്പൂരിലെ ജനങ്ങൾ അവസാനമായി കണ്ടിട്ട് 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശാന്തമായ മലയോര സംസ്ഥാനം 2023 മെയ് 3 മുതൽ അക്രമികളുടെ ഒരിടമായി മാറ്റപ്പെട്ടു. ആയിരക്കണക്കിന് ആളുകൾ പലായനം ചെയ്യപ്പെട്ടു. നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. നിരവധി പേരെ കാണാതെയായി. മണിപ്പൂരിലെ 1 വർഷത്തെ അക്രമം ആളുകൾക്ക് അവരുടെ ബിസിനസ്സുകൾ, വീടുകൾ, സ്വത്തുകൾ, പ്രിയപ്പെട്ടവർ എന്നിവർ നഷ്ടപ്പെടുകയും അക്രമികളിൽ നിന്നും സാധാരണ നിലയിലേക്ക് മടങ്ങുവാനുള്ള അവസരം തട്ടിയെടുക്കുകയും ചെയ്തു. സർക്കാർ കണക്കുകൾ പ്രകാരം 200-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എന്നാൽ മണിപ്പൂരിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിക്രമങ്ങൾ അതിനേക്കാൾ വ്യാപകമാണെന്നും മതവും വംശീയവുമായ രീതിയിൽ വിഭജിക്കപ്പെട്ടു കഴിഞ്ഞ ഒരു സംസ്ഥാനത്ത് 2 സമുദായങ്ങളുടെ മൊയ്തീസ്, കുക്കി-സോ ഗോത്രങ്ങളുടെ ഭൂമിയെക്കുറിച്ചുള്ള അവകാശവാദങ്ങളും പ്രതിവാദങ്ങളുമാണ് അക്രമത്തിന് പിന്നിൽ. കുക്കികളുടെ 292 വില്ലേജുകൾ തീയിട്ട് നശിപ്പിച്ചത് 2 ദിവസം കൊണ്ടായിരുന്നു. 4550-ലധികം വീടുകൾ, 357 ക്രിസ്ത്യൻ ചർച്ചുകൾ, എല്ലാം തന്നെ 5200-ലധികം പേരെയാണ് കൊന്നൊടുക്കിയത്. 800 പേരെ കാണാതെയായി. 40,000-ലധികം പേർ അഭയാർത്ഥികളായി അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഓടിപ്പോയി. 50,000-ലധികം പേർ സർവ്വവും നഷ്ടപ്പെട്ട ദുരിതാശ്വാസ ക്യാമ്പുകൾ അഭയം തേടി. എന്നിട്ടും ഒടുങ്ങാതെ ഇപ്പോഴും അക്രമം തുടരുകയാണ്. കലാപം വളരെ ആസൂത്രിതമായിരുന്നു. കുക്കികളെ ഇല്ലായ്മ ചെയ്യുവാനുള്ള മെയ്തേയ് തീവ്രവാദികളുടെ എല്ലാ നീക്കങ്ങളെയും സർക്കാർ പിന്തുണച്ചു. നിരവധി പേരെ കൊന്നൊടുക്കിയതിനു പുറമെ ആയിരക്കണക്കിന് വാഹനങ്ങൾക്ക് തീയിട്ടു. സ്ത്രീകളെ വിവസ്ത്രരായി ആൾക്കൂട്ടങ്ങളുടെ മുന്നിലൂടെ നടത്തി. നിരവധി സ്ത്രീകൾ ബലാത്സംഗത്തിന് ഇരയായി. ജനസംഖ്യയുടെ 53% വരുന്ന മെയ്തേയ് സമുദായത്തെ സംസ്ഥാനത്തിലെ പട്ടികവർഗ പട്ടികയിൽ ഉൾപ്പെടുത്തുവാൻ ശുപാർശ ചെയ്തുകൊണ്ടുള്ള കഴിഞ്ഞ വർഷം മാർച്ചിലെ ഹൈക്കോടതി ഉത്തരവാണ് അക്രമണത്തിന് കാരണമായത്. പ്രതിഷേധം ശക്തമായി. ഏപ്രിൽ 27-ന് ബീരോൻ സിംഗ് ചൂരാ ചന്ദ്രപൂർ സന്ദർശിക്കുന്നതിന് 1 ദിവസം മുമ്പ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുവാൻ പോവുകയായിരുന്ന ജിമ്മിന് തീയിട്ടു. പൂരിലെ ഓൾ ട്രൈബൽ സ്റ്റുഡൻസ് യൂണിയൻ സംഘടിപ്പിച്ച ട്രൈബൽ സോളാരിറ്റി മാർച്ചിന് 60,000-ഓളം ആളുകൾ പങ്കെടുത്തതിനെ തുടർന്ന് സംഘർഷം കൂടുതൽ രൂക്ഷമായി. ഇത് ദേശീയ ശ്രദ്ധ നേടി. മത്സരാധിഷ്ഠിത വിവരങ്ങളുടെ ഒരു യുദ്ധക്കളമായി മാറിയ മെയ്തീസ്, കുക്കി-സോ ഗോത്രങ്ങൾ തമ്മിലുള്ള ഭിന്നത കൂടുതൽ ആഴത്തിലാക്കി. മെയ്തികളും കുക്കികളും ഇപ്പോൾ 1 വർഷമായി പോരാടുകയാണ്. 2 സമുദായങ്ങൾ വംശീയമായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഓരോരുത്തരും മറ്റേത് ആധിപത്യമുള്ള മേഖലയിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ സെൻസിറ്റീവ് സോണുകൾ എന്നറിയപ്പെടുന്ന സ്ഥലങ്ങളിൽ കേന്ദ്ര സേനകൾ അവർക്കിടയിൽ നിലകൊള്ളുന്നു. കൂടുതലും മലനിരകളിലാണ്. ഇന്ന് മണിപ്പൂരിൽ കരിഞ്ചന്തയും കൊള്ളവിലയും വ്യാപകമാണ്. തങ്ങളെ രക്ഷിക്കാൻ മറ്റൊരു രക്ഷകൻ വരാതിരിക്കില്ല എന്ന പ്രാർത്ഥനയിലാണ് ഗോത്രവർഗ ജനം. കലാപത്തിന് 1 വർഷം തികയുമ്പോഴും ജനങ്ങൾ ഭീതിയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയെന്ന അഭിമാനിക്കുന്ന തെരഞ്ഞെടുപ്പിലൂടെ നാം കടന്നു പോകുമ്പോൾ മണിപ്പൂരികൾ ആ ചോദ്യം ആവർത്തിക്കുന്നു. ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ ഭാഗമല്ലേ? ഞങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങളും മനുഷ്യാവകാശങ്ങളും സംരക്ഷിക്കാനുള്ള ബാധ്യത തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾക്കില്ലേ? അങ്ങനെ നീണ്ടു നിൽക്കുന്ന അനേക ചോദ്യങ്ങൾക്ക് മറുപടി നൽകുവാൻ നാം ബാധ്യസ്ഥരാണ്. നമുക്ക് തീർച്ചയായും ദൂരെ നിന്ന് കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിയുകയില്ല. എന്നാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ പരമാധികാരിയായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും മണിപ്പൂരിന് സമാധാനത്തിനായി അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.